സിജോയും റോക്കിയും തമ്മിൽ നടന്ന വാക്ക് തർക്കത്തിനൊടുവിൽ റോക്കി സിജോയെ പഞ്ച് ചെയ്തതും അവസാനം കൺഫെഷൻ റൂമിൽ വെച്ച് പൊട്ടിക്കരഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സമയത്ത് ഈ വഴക്ക് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഒരു സംസാരമുണ്ടായി. രാവിലെ റോക്കി ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്സര റോക്കിയെ റാസ്കൽ എന്ന് വിളിച്ചു. അതിനൊരു പരിഹാരം ഉണ്ടാവുന്നത് വരെ റോക്കി ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയ്ക്ക് വന്ന സമയം തൊട്ടാണ് സിജോയും റോക്കിയും തമ്മിൽ പ്രശ്നം തുടങ്ങുന്നത്. പ്രശ്നം കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാവിലെ ഈ അടിയിലേക്ക് എത്തുന്ന പ്രശ്നം തുടങ്ങുന്നത് രാവിലെ ഈ ചർച്ചയിലാണ്. എന്ന് വെച്ചാൽ അപ്സരയും റോക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയണം എന്ന രീതിക്ക് പവർ ഹൗസ് ഒരു തീരുമാനമെടുക്കുന്നു. എന്നാൽ റോക്കി തയ്യാറാവുന്നില്ല, അപ്സര തയ്യാറാവുന്നു. അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. പിന്നീട് സിജോയും റോക്കിയും തമ്മിൽ സംസാരിച്ചാണ് ഈ പ്രശ്നം വഷളാവുന്നത്. ജിൻഡോയും റസ്മിനുമാണ് പവർ ടീമിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ സിജോ, ജിൻഡോ, റസ്മിൻ ഇവർക്ക് 3 പേർക്കുമാണ് സർവാധികാരമുള്ളത്. അപ്പോൾ ഒരു ഇഷ്യൂ ഇപ്പോൾ സിജോ ക്യാപ്റ്റനാണ്. സിജോയും റോക്കിയും തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് നോർമലായിട്ടും റസ്മിനും ജിൻഡോയും ചെന്ന് ഇതിലിടപെട്ട് ഈ പ്രശ്നം സോൾവ് ആക്കേണ്ടതാണ്. എന്നാൽ ഈ വീഡിയോ തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് കാണാം, ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ലൈവിൽ ഫുള്ള് ജിൻഡോ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം നടക്കുന്ന സമയത്തൊക്കെ ജിൻഡോ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഗബ്രിയും ജാസ്മിനും പറയുന്നുണ്ട്. സംസാരിക്കുമ്പോഴത്തേക്കും ഗബ്രി പറയുന്നുണ്ട്, ഞാൻ ജിൻഡോ ചേട്ടനോട് പറഞ്ഞതാണ് ഇത് സോൾവ് ചെയ്യ് പിടിച്ചു മാറ്റുക എന്ന്. എന്നാൽ ജിൻഡോ പറഞ്ഞത് അടിയാവട്ടെ എന്നിട്ട് പിടിച്ചു മാറ്റാമെന്നാണ്. ശരിക്കും നോർമലി ഇവർ പവർ ടീമാണ്. പവർ ടീമിന് വന്ന് ഇടപെട്ട് പിടിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. എന്നാൽ ജിൻഡോ മനഃപൂർവ്വം അത് ചെയ്യാതെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇത്രയും വലിയൊരു ഇഷ്യൂ എന്തായാലും അടി പൊട്ടുമെന്നത് കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെടാതെ മാറിയിരിക്കുകയാണ് ജിൻഡോ അവിടെ ചെയ്യുന്നത്.